അപ്പോൾ ഗൈസ്, ശോഭന മാം മഞ്ജു വാര്യരെ കുറിച്ച് പറയുന്ന കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കേട്ടാലോ? നമുക്ക് ഇതൊരു ലെജൻഡാണ് മഞ്ജു വാര്യർ ജി. മൾട്ടി ഫാസറ്റഡ്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇത് ഒരു മ്യൂച്വൽ അഡ്മിറേഷൻ ക്ലബ് അങ്ങനെ ഒന്നും അല്ല ആക്ച്വലി. സോ താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ്. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്ന പോലെ ചേച്ചി ചുമ്മാ ചേച്ചി പ്ലീസ്. എനിക്ക് അടുത്ത് നിന്നിട്ട് തന്നെ ഞാൻ വിറക്കുക. എന്താണ് ശരിക്കും മഞ്ജു ചേച്ചി ശോഭന മാം എന്ന് പറയുമ്പോ തന്നെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യം തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് തോന്നുന്നത് ആദ്യം കുട്ടിക്കാലം തൊട്ട് കണ്ടിട്ടുള്ള സിനിമകൾ തന്നെയാണ്. അല്ലാതെ ചേച്ചിയൊക്കെ നമുക്കൊക്കെ എവിടുന്നാണ് കാണാൻ ഭാഗ്യം കിട്ടുന്നത് അല്ലേ? സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടുള്ള ചേച്ചിയുടെ സിനിമകൾ, മേലെപ്പറമ്പിൽ ആൺവീടൊക്കെ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആയിരിക്കണം ഒരു നടി എന്ന് പറഞ്ഞിട്ട് ലോഹിത് സാറ് കാണിച്ചു തന്നൊരു എക്സാമ്പിൾ ആണ് ശോഭന ചേച്ചി. ഞാൻ ചേച്ചിയെ കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാനൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു, ഓരോ സെറ്റിൽ പോകുമ്പോഴും ഒക്കെ. അതിനുശേഷമാണ് ചേച്ചിയെ നേരിട്ട് മറ്റേ ബാംഗ്ലൂർ വെച്ചിട്ട് മിസ് വേൾഡ് പ്രോഗ്രാമിന്റെ സമയത്ത് ചേച്ചിയെ കണ്ട് കരഞ്ഞ് പിന്നീട് അങ്ങനെ പല അവസരങ്ങളും ഉണ്ടായി ചേച്ചിയോട് ഒപ്പം കുറച്ചെങ്കിലും വളരെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഇന്നും ഞാൻ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന നിമിഷങ്ങളാണ് അതൊക്കെ. രണ്ടുപേരെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 2 പേരല്ല, അതൊരു 1.5 2 പേരാണ്.